ഗുഡ് മോർണിംഗ് സാർ. യെസ് മോർണിംഗ്. ഞാൻ നായർ ട്രാവൽസിൽ നിന്നാ. യെസ് വാട്ട് യു വാണ്ട്? അല്ല, സൂട്ട് നമ്പർ 6 സാർ കാർ വേണമെന്ന് പറഞ്ഞില്ലേ? ആരോട് പറഞ്ഞു? നായർ റെന്റ് കാർ സർവീസിലേക്ക് സാർ വിളിച്ച് പറഞ്ഞില്ലേ സാറിന് എവിടെ പോണം, കാർ വേണമെന്നൊക്കെ പറഞ്ഞോ? ആണോ? എന്നിട്ട്? അല്ല, കാറ് വന്നിട്ടുണ്ട്. സാറിന് എവിടെ പോണ്ടെന്ന് വെച്ചാ പറഞ്ഞ. അല്ല, എവിടെ പോവാനാ ഞാൻ കാറ് പറഞ്ഞു? ഓ യാ പോവാ. അല്ല, സാറ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നില്ലേ? ചേഞ്ച് ചെയ്യാല്ലേ? ജസ്റ്റ് മിനിറ്റ്. എങ്ങോട്ടാ സാർ പോണ്ടത്? അത് പിന്നെ സ്ട്രേറ്റ് പോയാൽ കന്റോൺമെന്റ് ഏരിയയാണ് സാർ. അവിടെ ചെക്കിങ്ങും ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഓ ഐ സി. എങ്കിൽ ലെഫ്റ്റ്. ഞാൻ പണം കേട്ടില്ല. വേണ്ട ചേട്ടാ, ഞാൻ 2-3 കഴിച്ചില്ലേ? കഴിച്ചു പാടാ. വേണ്ട വേണ്ട ചേട്ടാ. അങ്ങോട്ട് നോക്കണ്ട. നാണമില്ലടോ ചേട്ടാ. അതെ, നാണയമൊന്നുമില്ല ചേട്ടാ. പൈസ കടച്ചു ചോദിക്കണേ. എന്നെ കൊണ്ട് ജീവിക്കുന്ന വേറൊരു ഫാമിലി. നീ കഴി. എന്താ സാർ? നല്ല ദാഹം. ഒരു ബിയറിന് കമ്പനി വിടുന്നോ? വേണ്ട സാർ, ഞാൻ ഡ്യൂട്ടി സമയത്ത് കഴിക്കാറില്ല. ആ നല്ലതാ. എന്നാ വണ്ടി അധികം എടുത്തോളൂ. ಭಾರತ ನಿಲ್ಸಿದಾನೆ. ನನ್ ತೆಗ್ದು ನೀನೇ ಕೊಡ್ಬೇಕು. ನಾವು ಜಲ್ದಿ ಬರ್ತೀವಿ. ಹೌದು ಹೌದು. ಇರಪ್ಪ, ನಾನು ഡേഡി, നമ്മുടെ ജാക്കി ചാനല്ലേ? അയ്യോ, എന്താ ഇവിടെ? അത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാർട്ടിയകത്ത് പെട്രോൾ അടിക്കാൻ പോയിരിക്കും. ഞങ്ങള് പ്രോഗ്രാമിൽ പോവാ. അപ്പൊ ആണുങ്ങള് ദാഹശമനത്തിനായിട്ട് അല്ലേ? ആ, ഞങ്ങള് കുറച്ച് പെൺകുട്ടികൾ കൂടെ ഉണ്ടെന്നുള്ള വിചാരം പോലും ഇല്ല. നേരം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ഗുണദോഷിച്ചൂടെ? അതിന്റെ ഒരു കുറവേ ഉള്ളൂ. അല്ല, അകത്തേക്ക് പോയിരിക്കുന്ന ആരൊക്കെയാ? ദുഷ്യന്തൻ, വിശ്വാമിത്രൻ, കണ്ണൻ, ദുർവാസാവ്? ഇല്ലില്ല, ദുഷ്യന്തൻ ആ ശീലമൊന്നുമില്ല. മൂപ്പര് വണ്ടിയിലുണ്ട്. ഈ കണ്ണുവിന് എങ്ങനെയാ? നല്ല കീറ? നല്ല വെള്ള. അവര് വന്നു. ശരി ശരി. രാവിലത്തെ കാശ്. അത് ഞാൻ പറഞ്ഞില്ലേ, വിലയുടെ കൺഫ്യൂഷൻ തീരുമ്പോ ഞാനത് കച്ചവടക്കാരൻ്റെ വാങ്ങിച്ചോളാം. അത് പറ്റില്ല. ചെറുതായാലും ഒരു കടബാധ്യത, അതൊരു ടെൻഷനാ. സ്റ്റേജിൽ കയറുമ്പോ കോൺസെൻട്രേഷൻ കിട്ടില്ല. എന്തെങ്കിലും തന്നേക്ക്. ഇനി ഞാൻ കാരണം കോൺസെൻട്രേഷൻ പോണ്ട. ഞാൻ പോട്ടെ. പിന്നെ വണ്ടി രാത്രിയിൽ പണി മുടക്കോ? നമ്മുടെ കാർ എപ്പോഴും റെഡിയാ. Of heaven mixed forever with a sweet emotion. Nothing in the world is single. All things by a Lord divine. In one another being mingled. Why don't I be that? See the mountains kiss high heaven and the waves clasp one another. Adios. No sister flower would be forgiven if it disdains its brothers. നമുക്ക് പോവാം. ഞാൻ വണ്ടി ആണെങ്കിൽ റോഡിൽ പോയി ഓടോ. അല്ല സാർ, ഞാൻ മുകുന്ദൻ. സാഹിത്യകാരയ്ക്ക് മുകുന്ദനോ? നമസ്കാരം. എവിടെയായിരുന്നു സാർ? ഞാനാണ് സാറിനെ ഇവിടെ എത്തിച്ചത്. നീയാണോടാ എന്നെ ഇവിടെ എത്തിച്ച് ഈ പരുവത്തിലാക്കിയത്? അത് പിന്നെ സാറ് പറഞ്ഞിട്ടല്ലേ? ഞാൻ പറഞ്ഞാൽ താൻ എന്തും ചെയ്യോടാ. എങ്കിൽ എന്നെ അങ്ങ് കൊല്ലണോ?
അധികം വേദനിപ്പിക്കാതെ തനിക്ക് എന്നെ ഒന്ന് കൊന്നുതരാൻ പറ്റുമോ? എന്ത് വേണേലും പകരം തരാം. കൊല്ലടോ. കൊല്ലാൻ സാർ, പക്ഷെ ഇവിടെ വെച്ച് വേണ്ട. ആരെങ്കിലും കണ്ട മോശമല്ലേ? മോശ. പിന്നെ കൊല്ലാനും മരിക്കാനും പറ്റിയ ധാരാളം സ്ഥലങ്ങൾ പുറത്തുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. I can understand the depth of it, Lord. സൂക്ഷിച്ച്. അത്രേ ഉള്ളൂ. ഈശ്വര രക്ഷപ്പെട്ടു. താൻ ആരെങ്കിലും സ്നേഹിച്ചുണ്ടോ? ഞാൻ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ട്, അച്ഛനെ സ്നേഹിച്ചിട്ടുണ്ട്. ജീവന് തുല്യം. സ്നേഹിക്കുക, സ്നേഹിച്ചോണ്ടേയിരിക്കുക, സ്നേഹിച്ചോണ്ടേ മരിക്കുക. ഈ ഡോറല്ല ആ ഡോർ. ഓർമ്മയുണ്ടല്ലേ? ആകാശത്തിലെ കിളികളും പുലരിയിൽ വിരിയുന്ന പൂക്കളും ഡോറിലൊക്കെ. ഇല്ലെങ്കിൽ റോട്ടിൽ പോവും. മാനത്ത് വിരിയുന്ന മഴവില്ലും സുഹൃതം ചെയ്തവര്. കാരണം അവരെ ആരും സ്നേഹിക്കാതിരിക്കില്ല. അതാ ഇനിയും. താൻ ആരെങ്കിലും സ്നേഹിച്ചുണ്ടോ? റെഡി, പാടിക്കോ. 1 2 3 4. പാട്. അയ്യോ വേണ്ട, ഞാൻ നാളെ പാടാം. അത് പറ്റില്ല, എന്നോട് സമ്മതിച്ചല്ലേ? വേണ്ട, ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ എന്തായാലും പാടാം. അയ്യോ വേണ്ടെന്ന്. എന്തിനാ നാണിക്കുന്നേ? പറ്റില്ല പറ്റില്ല, ഇപ്പൊ പറ്റില്ല. പോരുത്, ഞാനാ പറയണേ. വേണ്ട, എനിക്ക് നാണാവും. ഓ പിന്നെ കയ്യെന്ന് വിടുക. ഒറ്റ പ്രാവശ്യം ഞാൻ വിളിച്ചു കൂവും കേട്ടോ. എനിക്ക് വേണ്ടിട്ടല്ലേ? ശരി. ಮುಗುಂದ ಮನೆ ಇಲ್ಲಿ ಅಲ್ಲಿ ಕಾಣುತ್ತಲ್ಲ, ಅದೇ ಮನೆ. ಹೋಗಿ. എന്തായി മോനെ, ഇവിടുത്തെ ജീവിതമൊക്കെ സുഖാണോ? എന്തായാലും ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും കൂടി ഇവിടെ വരച്ച് ഇരുവയും ഒറ്റ കല്ലായിട്ട് നമുക്ക് ഇവിടെ കഴിയാം. എന്തായി കരള? തനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടോടോ? കുടിച്ചു കുടിച്ച് തന്നെല്ലാം നശിപ്പിച്ചില്ലേ? ഇപ്പൊ ഇവിടെ ആർക്ക് ഐസ്ക്രീം കൊടുക്കാൻ എത്താമെന്ന്? മറക്കട മോനെ. മറക്കടാന്നോ കൊരങ്ങാന്നോ എന്നെ? മറക്ക് എടാ മോനെ. ഞാൻ നിനക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നറിയോ? ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്. ഉണക്കമുന്തിരി മണ്ടിപ്പരിപ്പും കൊണ്ടിടക്കാൻ താനാരോ കാബൂളി വാലേ? കാബൂളി വാല നിന്റെ അച്ഛൻ. തന്റെ തോന്നിയ ദിവസങ്ങളൊക്കെ ഞാൻ പാലിക്കരുത് കേട്ടോ. അങ്ങനെയാണ് നിന്റെ അമ്മയ്ക്ക് ഞാൻ വിളിക്കും. നിന്റെ അമ്മയ്ക്ക് ഫോൺ വിളിച്ച് നിന്റെ തോന്നിയാസങ്ങളൊക്കെ ഞാൻ പറയും. ഞാൻ എന്ത് തോന്നിയ ദിവസം കാണിച്ചു? ഞാൻ കണ്ടടാ രണ്ടെണ്ണം മെഴുമെഴാന്ന് ഇവിടുന്ന് ഓടി പോകുന്നത്. പോക്കരത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിനക്ക് കാണിക്കല്ലേ? ഇവിടുന്ന് ഇറങ്ങിപ്പോയ രണ്ട് പെമ്പിള്ളേർ ആരാന്നറിയാതെ ഞാൻ ഇവിടെ ഇറങ്ങി പോകില്ല. അതെന്റെ കടമയാ. ഞാൻ പോരാ. വെറുതെ ഇരിക്കണോ? ഇപ്പൊ താനാണ് കള്ളൻ. കള്ള കള്ള ജൽദി ബന്നി, റോഡ് സിക്കിനെ ജൽദി ബന്നി. കള്ള പൂച്ചടിച്ചോ? അത് നോക്കണം. രണ്ട് പോയി
സാറേ 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 സിവിയർ ആൽക്കഹോൾസ് ആണ്. കൃത്യസമയത്ത് എത്തിച്ചത് ഭാഗ്യമായി, ഇല്ലെങ്കിൽ ജീവന് തന്നെ അപകടമായേനെ. ഇനി പ്രശ്നമില്ല, 4-5 ബോട്ടിൽ സലൈൻ കയറി കഴിയുമ്പോൾ ശരിയായിക്കോളും. ബോധം തിരിച്ചു കിട്ടാൻ 6-7 മണിക്കൂർ എടുക്കുന്നു മാത്രം. നിങ്ങൾ പേഷ്യന്റിന്റെ ബ്രദറാ. ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമില്ല, റിക്കവറായി. പക്ഷെ ഉണരാൻ കുറച്ച് സമയം എടുക്കും. ആ ഹോട്ടലിൽ തന്ന നമ്പർ ട്രൈ ചെയ്തിട്ട് കിട്ടണേ ഇല്ല. പിന്നെ നീ തന്ന അയാളുടെ പേഴ്സിൽ നിന്ന് കിട്ടിയ നമ്പർ ട്രൈ ചെയ്തപ്പം കിട്ടി, വിവരം അറിയിച്ചു. പ്രായമായ സ്ത്രീയാ ഫോണെടുത്ത്. പുള്ളിക്കാരൻ്റെ അമ്മയെന്ന് തോന്നുന്നു. ഏതായാലും ഒരു കാറിൽ പുറപ്പെട്ടിട്ടുണ്ട്. എന്നെ കള്ളനാക്കി എന്റെ മനസ്സമാധാനം കളഞ്ഞിട്ട് അവനങ്ങനെ സുഖിക്കണ്ട. അല്ല, നിങ്ങൾ ആ മൂന്നന്റെ കോളനി താമസിക്കുന്ന കുട്ടിയല്ലേ? അതെ. അല്ല, എങ്ങനെയുണ്ട് മൂന്നന്? മുകുന്ദേട്ടൻ എന്ത് പറ്റി? അല്ല, അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? അവൻ കുടിച്ച് കരള് വാടി ആശുപത്രിയിലാ. 2 ദിവസം കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല ഡോക്ടർമാര് പറയും. കരള് കംപ്ലീറ്റ് പോയി. പക്ഷെ പേടിക്കാനൊന്നുമില്ല കേട്ടാ. മുകുന്ദേട്ടൻ ഇന്ന് രാവിലെ ഞാൻ കണ്ടതാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആശുപത്രിയിലാക്കിയത്. ഞാൻ ഈ ബാൻഡേജ് ഇടാൻ പോയത് കൊണ്ട് വിവരം അറിയാൻ പറ്റും. നിങ്ങളെ ഞാൻ എവിടെയോ മുകുന്ദേട്ടന്റെ വീടിന്റെ പിന്നിൽ വെച്ച് കള്ളന്ന് പറഞ്ഞ്. അതെ, അവന്റെ സ്വഭാവം നന്നാക്കാൻ നോക്കിയതിന് ഇതുപോലെ ഒരുപാട് വലിയ ദോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവൻ ആദ്യം എന്റെ മുറിയിലാണ് താമസിച്ചിരുന്നത്. അനിയന്റെ പ്രായക്കാരൻ ചെറുക്കനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടപ്പോ ഞാൻ 4 ചീത്ത പറഞ്ഞു. അല്ല, അതിനൊക്കെ പിണങ്ങി പോവാന്ന് പറഞ്ഞ് പിന്നെ തിരിച്ചു വിളിക്കാൻ ചെന്നപ്പോ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഞാൻ കള്ളനാണെന്ന് പറഞ്ഞ് എന്നെ കയ്യെത്തി. അതാണ് പറഞ്ഞത്, ഇക്കാലത്ത് നല്ല കാര്യം ചെയ്യരുത്. ഏത് ആശുപത്രിയില? ആശുപത്രി മല്ലയ്യ ഹോസ്പിറ്റൽ. ಎಕ್ಸ್ಕ್ಯೂಸ್ ಮೀ. ಪೇಷಂಟ್ ಹೇಳುವಾಗ ದಾಹ ಇರುತ್ತೆ, ಕುಡಿಯೋದಕ್ಕೆ ಜ್ಯೂಸ್ ಏನಾದರೂ ತಗೊಂಡು ಬನ್ನಿ. എന്താ ഇവിടെ? ഭേദായോ? ഇല്ല. എന്നിട്ടാണോ ഈ ഇറങ്ങി നടക്കുന്നത്? ബോധം വരുമ്പോ കുടിക്കാൻ തണുത്ത എന്തെങ്കിലും വാങ്ങി വെക്കാൻ നഴ്സ് പറഞ്ഞു, അതിന് പോവാ. ഈശ്വര, അപ്പൊ ബോധമില്ലാണ്ട് എങ്ങനെ ഇറങ്ങി നടക്കണേ? ബോധമില്ലാണ്ടോ? കുറച്ചു ദിവസത്തെ പരിചയം വെച്ച് ചോദിക്കാമോന്നറിയില്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നം ഇല്ലാണ്ട് എങ്ങനെ കുടിക്കുന്നത്, കുടിച്ച് നശിക്കുന്നത്? തനിക്കെന്താ പ്രശ്നം? താൻ ആര് കുടിച്ച് നശിക്കണ കാര്യം പറയണേ? ആര് കുടിച്ച് നശിക്കണേന്നോ? ഇവിടെ ആരെയാ ഇപ്പൊ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നേ? എന്നെയാ? ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന എന്റെ കസ്റ്റമറെ. അയാള് കുടിച്ച് നശിക്കുന്ന എന്തിനാന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ബോധം വീഴുമ്പോ കുട്ടിക്ക് വേണ്ടി ഞാൻ അയാളോട് വിശദമായിട്ട് ചോദിക്കാം, എന്തിനാ കുടിച്ച് നശിക്കുന്നതെന്ന്. അപ്പൊ നിങ്ങളല്ലേ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നേ? എന്നിട്ട് അയാൾ പറഞ്ഞു നിങ്ങളുടെ ആ പഴയ റൂംമേറ്റ്. ആരെ? വേലൂട്ടിയാ? എന്റെ ഈശ്വര, പിന്നെന്തൊക്കെ പറഞ്ഞു? പിന്നെ അയാളൊരു പൊതുസത്യം പറഞ്ഞു, മദ്യത്തിലും മദിരാക്ഷിയിലും കമ്പം കയറിയ പിന്നെ രക്ഷയില്ലെന്ന്. വൃത്തിയട്ടവൻ. അയാൾ എന്റെ കൈ കിട്ടിയാണ്ടല്ലോ. 3 ഓറഞ്ച് ജ്യൂസ് പാർസൽ ബേക്കോ, എരടി ഇല്ലി കൂടി. നിങ്ങൾ ഡ്രിങ്ക്സിന് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടപ്പോ ശത്രുക്കൾക്ക് പോലും അങ്ങനെ ഉണ്ടാവരുതെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതിന്റെ ട്രാജഡി, പ്രോബ്ലംസ് ഏറെ ഫേസ് ചെയ്തവരാ ഞങ്ങള്. അച്ഛൻ ഇവിടെ യൂണിയൻ കാർബൈഡിൽ ജോലിയായിരുന്നു. എന്തോ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഇട്ടു, അത് തൊലഞ്ഞു. ബാങ്ക് ലോണും വട്ടിപ്പലിശക്കാരും. രക്ഷപ്പെടാൻ അച്ഛൻ കുടി തുടങ്ങി. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് ഇവിടെ ഗല്ലികളിൽ കിട്ടുന്ന ചാരായല്ലേ, അതിന്റെ മണ. അച്ഛന്റെ കാർബൈഡിലെ ജോലിയോ? അത് നേരത്തെ തന്നെ കളഞ്ഞു. ഇല്ലെങ്കിൽ ആ സോഴ്സിലൂടെ എനിക്ക് ചേച്ചിക്ക് ഒരു ജോലി കിട്ടുമായിരുന്നു. ഓ ഇല്ല, അതിലിപ്പോ വിഷമമൊന്നുമില്ല. ഇപ്പോഴത്തെ ജോലി രസാ. പകലൊക്കെ ഇഷ്ടം പോലെ ഫ്രീ ടൈം. രാത്രിയാവുമ്പോ രാജകുമാരിയാവാം, സതിയാവാം, ശകുന്തളയാവാം.
പറഞ്ഞ ആൾക്കാരാരുമില്ല. ഒരു പാവം കല്യാണിക്കുട്ടിയമ്മ മാത്രം, അമ്മ. പിന്നെ കംസനെ പോലെ ഒരു അമ്മാവൻ, കീജനെ പോലെ ഒരു ചിറ്റപ്പൻ. അപ്പൊ നമ്മളാരാണോ? നളൻ, കള്ളച്ചൂതിൽ തോറ്റ് രാജ്യവും രൂപവും നഷ്ടപ്പെട്ട നളൻ. എന്താ, എനിക്ക് നളന്റെ ഷായില്ലേ, അതോ പഴയ ഹനുമാന്റെ ആണോ? ജ്യൂസ് റെഡി സാർ. ആ, ജ്യൂസ് റെഡി. ആ, ഞാൻ പോട്ടെ. ഇന്ന് രാത്രി കോളനിയിലെ അമ്പലത്തിലെ ഉത്സവ, കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പൊ കമ്പോള നിലവാരം കാണാണ്ട് പഠിച്ചിട്ടുണ്ടോ? ജസ്റ്റ് വന്നേ. മനസ്സിലായില്ലല്ലോ. ഞാൻ ഡ്രൈവർ. ഞാനാ ഇവിടെ. മുകുന്ദനല്ലേ? ആ, നായര് പറഞ്ഞിരുന്നു. ദൈവം മോനെ അപ്പം മുറിയിലേക്ക് പറഞ്ഞു വിട്ടത്. ഈശ്വരൻ ഞങ്ങളെ കൈവിട്ടില്ല. മോനോട് ഞങ്ങൾ എങ്ങനെയാ നന്ദി പറയാ? എന്ത് പ്രതിഫലം തന്നാലാ ഇതിന് പകരാവുക? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഞങ്ങൾ ഡ്രൈവേഴ്സിന്റെ ഡ്യൂട്ടി പെട്ടല്ലേ. പിന്നെ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ലെന്ന്. ഇപ്പൊ ഏതാണ്ട് ഉണരേണ്ട സമയമായി. ജ്യൂസാ ഉണരുമ്പോ കൊടുക്കാൻ. ഞാൻ ഇറങ്ങട്ടെ, പിന്നെ വരാം. ಸ್ವಾಮಿ ಗುರು, ಶ್ರಾವಣಗಿರಿ ಇಲ್ಲಿಂದ ಎಷ್ಟು ದೂರ ಇದೆ? ಇಲ್ಲಿಂದ ಸುಮಾರು ಒಂದು 150 ಕಿಲೋಮೀಟರ್ ಇದೆ. 150? 150. ಇಲ್ಲಿಂದ ಸೀದಾ ಹೋಗ್ಬೇಕಾ? ಸೀದಾ ಹೋದ್ರೆ ಒಂದು ಜಂಕ್ಷನ್ ಸಿಗ್ತೆ, ಹಾ, ಅಲ್ಲಿಂದ ಲೆಫ್ಟ್ ತಕ್ಕೊಳ್ಳಿ. ಬರ್ತೀನಿ ಸ್ವಾಮಿ. ಹೋಗ್ಲಿ. ಶ್ರಾವಣಗಿರಿ.